വലിയ ഒന്നെന്ന് നമ്മളെ പഠിപ്പിച്ച മനുഷ്യരുടെ എല്ലാം മനുഷ്യനായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ അർത്ഥവത്തായ ഒരു വാക്കാണ് വെളിച്ചത്തിന്. എന്തൊരു വെളിച്ചം! നമ്മളെല്ലാവരും വെളിച്ചത്തെ സ്നേഹിക്കുന്നവരാണ്. ഈ പുസ്തകം അമ്മാതിരിയൊരു പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥകർത്താവിനെയും പ്രബോധനം വാരികയിലൂടെ ഞാൻ പലപ്പോഴും വായിച്ചറിഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ തമ്മിൽ ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നതെങ്കിലും അദ്ദേഹത്തെ ഞാൻ ശരിക്കും വായിച്ചിട്ടുള്ളതാണ്. പ്രബോധനത്തിൻ്റെ സ്ഥിരം വായനക്കാരനുമാണ് ഞാൻ. അതുകൊണ്ട് 3 പതിറ്റാണ്ട് കാലത്തോളം പ്രബോധനം എല്ലാ ബുധനാഴ്ചയും തപാൽ വരുന്നത് ഞാൻ കാത്തിരിക്കുമായിരുന്നു. 3 പതിറ്റാണ്ടോളം കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി എനിക്ക് ബന്ധമുണ്ട്. അതിന് ആരിഫ് അലിയോടും കാലയവനികയ്ക്കപ്പുറത്തേക്ക് മറന്നുപോയ എൻ്റെ പ്രിയ സ്നേഹിതൻ എന്ന് പറയാം കെ സിദ്ദീഖ് ഹസൻ സാഹിബിനോടും തീർത്താൽ തീരാത്ത കടപ്പാടുകളുണ്ട്. അവരാണ് ഈ വെളിച്ചത്തിൻ്റെ മഹാസാമ്രാജ്യത്തിലേക്ക് എന്നെ കൈപിടിച്ചു കൂട്ടിയുള്ളത്. ആശയങ്ങൾക്ക് അയിത്തമില്ല എന്ന് പഠിപ്പിച്ചത് അവരാണ്. മനുഷ്യൻ അയിത്തമുള്ളൊരു കാലത്ത് ജീവിച്ച ഒരു മഹാഗുരുവിൻ്റെ പിന്തുടർച്ചക്കാരനെന്ന നിലയിൽ എല്ലാ ആശയങ്ങളെയും ആ ആശയങ്ങളുടെ പ്രണേതാക്കളെയും അയിത്തചിന്ത കൂടാതെ ഉള്ളിലേക്ക് ആവാഹിക്കുക എന്നുള്ള എളിമയോടുകൂടിയ വിനയപൂർവമായ ഒരു ദിനചര്യ സ്വീകരിക്കുന്നുള്ള ആളാണ് ഞാൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം തുടങ്ങുകയാണ്. സാമൂഹ്യ പാഠം എന്ന് പറഞ്ഞാൽ 70-71 കാലങ്ങളിൽ ഞാൻ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് സാമൂഹ്യ പാഠമെന്ന് പറഞ്ഞാൽ 8ാം ക്ലാസ്സിൽ ഒരു 4-5 മണിയാകുമ്പോൾ എടുക്കുന്നൊരു പീരിയഡുണ്ട്. സോഷ്യൽ സ്റ്റഡീസ് എന്നാണ് നമ്മൾ പറയുന്നത്. സോഷ്യൽ സ്റ്റഡീസ് സാമൂഹ്യ പാഠം എടുക്കുന്നതാണ്. 70-71 ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുന്നത്. എനിക്കിപ്പോൾ 72 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ അന്നത്തെ ഒരു സമൂഹത്തെ സംബന്ധിച്ച് പറയുമ്പോൾ എന്താണ് സമൂഹം, എന്താണ് സമൂഹ ജീവി എന്നുള്ളത് വളരെ കുട്ടിക്കാലത്തെല്ലാം കുഞ്ഞു കുഞ്ഞു എറുമ്പുകൾ നമ്മൾ ചായ കുടിച്ചൊരു പാത്രം വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ആ ചായ കുടിച്ച പാത്രം അവശേഷിപ്പിക്കുന്ന വട്ടത്തിൽ ഇങ്ങനെ കൂട്ടം കൂടുകയും പിന്നെ അവരൊരുമിച്ച് മഹാജീവിതത്തിൻ്റെ സങ്കീർത്തനങ്ങൾ പാടുകയും ചെയ്യും. അവർ പരസ്പരം ഉമ്മ വയ്ക്കുന്നു. ഈ കൊച്ചു എറുമ്പുകൾ, നിരനിരയായി പോകുന്ന എറുമ്പുകൾ പോലും പരസ്പരം കണ്ടിട്ട് അവർ എന്തൊക്കെയോ പറയുന്നതായിട്ട് എൻ്റെ ഒരു 4-5 വയസ്സ് പ്രായമുള്ളപ്പോഴേക്കും മുട്ടിലിറങ്ങി നടക്കുമ്പോഴേക്കും വീടിൻ്റെ ഇറയത്ത് കൂടി ഒരു എറുമ്പ് പോയാൽ തിരിച്ചൊരു എറുമ്പ് വരുമ്പോൾ അവരെന്തോയോ മന്ത്രിക്കുന്നത് പോലെ. പക്ഷെ ഇന്നത്തെ കാലത്ത് മനുഷ്യനെ കണ്ടാൽ തിരിച്ചറിയാൻ പാടില്ലാത്ത വല്ലാത്തൊരു നോട്ടം നോക്കി പോകുമ്പോൾ ഈ എറുമ്പുകൾ സമൂഹത്തിൽ നിർവഹിക്കുന്ന പങ്ക് വല്ലാത്തൊരു സാമൂഹ്യ പാഠം ആണ് എന്നെനിക്ക് തോന്നുന്നു. മനുഷ്യന് പോലും നിർവഹിക്കാൻ സാധിക്കാത്ത സാമൂഹ്യ പാഠം സോഷ്യൽ സ്റ്റഡീസ് എറുമ്പുകൾ. അതുകൊണ്ട് ഗുരു പ്രാർത്ഥിച്ചു, ഒരു വീട് എറുമ്പിനും വരുത്തല്ലേ എന്ന്. അവരും നമ്മൾ നടക്കുമ്പോൾ ചിലപ്പോൾ ഒരു എറുമ്പ് നമ്മുടെ കാൽ കീഴിൽ വീണ് ചിലപ്പോൾ മരിച്ചു പോയെന്നൊരു, പക്ഷെ അതല്ല, എറുമ്പിനെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എറുമ്പിനെ കല്ലില്ല, അതങ്ങ് പോകും. അതാണ് ജീവൻ. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദ്യവുമായൊരാത്മരൂപം അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണം. ഇതാണ് എൻ്റെ ഗുരു എന്നെ പഠിപ്പിച്ചത്. ഇത് ഹിന്ദു മതത്തിൻ്റെ ആണോ ഇസ്ലാം മതത്തിൻ്റെതാണോ ക്രിസ്തു മതത്തിൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല. ശ്രീനാരായണ ഗുരു എന്ന് പറയുന്ന ശുദ്ധനായ മനുഷ്യൻ വെറും ഒരൊറ്റ മുണ്ട്, കാവ്യ വസ്ത്രം ധരിച്ചിരുന്നില്ല അദ്ദേഹം. ഒരൊറ്റ മുണ്ടെടുത്ത് ഒരൊറ്റ മുണ്ട് പുതച്ച് ജനപഥങ്ങൾക്കിടയിലൂടെ ഭസ്മക്കുടി ധരിക്കാതെ, കമ്മണ്ടൽ വേണ്ടാതെ, ദീർഘദണ്ഡ് ധരിക്കാതെ, രുദ്രാക്ഷം ധരിക്കാതെ ഒരു സാധാരണക്കാരൻ നേരെ ചൊവ്വേ ജീവിച്ചു എന്നതാണ്. നേരെ ചൊവ്വേ ജീവിക്കുക എന്ന വലിയ പ്രയാസം. എല്ലാം കൃത്രിമത്വം, എവിടെയെല്ലാം കൃത്രിമത്വം, എവിടെ നോക്കിയാലും കൃത്രിമത്വം, കുബേരനും കുചേലനും വിട്ടു. അപ്പോൾ ശ്രീനാരായണ ഗുരു ചെയ്തത് നേരെ ചൊവ്വേ ജീവിച്ചു, കൃത്രിമമില്ലാതെ, ജാടകളില്ലാതെ, മനുഷ്യൻ്റെ ഭാഷയിൽ സംസാരിച്ചു. അലങ്കാരങ്ങളൊന്നുമില്ല.
ഇതാണ് ഏറ്റവും വലിയ മനുഷ്യ മൈത്രി എന്നെല്ലാം പറഞ്ഞ ഇതാണ്. ഭാഷയ്ക്ക് മൈത്രിയുണ്ട്, ഒരുത്തൻ നടന്നു പോകുമ്പോൾ നടപ്പിനൊരു മൈത്രിയുണ്ട്, നമ്മുടെ ചലനങ്ങൾക്കൊരു മൈത്രിയുണ്ട്. ആ മൈത്രിയുടെ സ്വർണ്ണ നൂല് പൊട്ടിപ്പോകുമ്പോഴാണ്, ചിന്ന ഭിന്നമാകുമ്പോഴാണ് വൈര്യം ഉണ്ടാകുന്നത്. അടുത്ത നിൽപ്പോൾ ഒരു അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്ക് അരൂപൻ ഈശ്വരൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം എന്ന് ചോദിക്കുന്നൊരു മറ്റൊരു കവിയുണ്ട്. ചേർത്ത് വെച്ച് വായിക്കുകയാണ്. എൻ്റെ തൊട്ടടുത്ത വീട്ടിൽ കിടക്കുന്നവൻ അവൻ പട്ടിണിയാണ്, അവൻ ആഹാരം കഴിച്ചിട്ടില്ല. പക്ഷെ ഞാനെന്ന് വെട്ടാന്നം കഴിച്ചുറങ്ങുകയാണ് എൻ്റെ അത്താഴം. അവൻ്റെ വീട്ടിൽ തീ പൂഞ്ഞെടുത്തില്ല, തൊട്ടടുത്ത വീട്ടിലാണ്. അവൻ സഹോദരനാണ്, എൻ്റെ കൂടപ്പിറപ്പാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ സഹോദരൻ എന്ന് പറഞ്ഞ സംസ്കൃത പദമാണ്. എൻ്റെ പച്ച മലയാളം കൂടപ്പിറപ്പെന്നാണ്. പക്ഷെ ഞാൻ ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുകയാണ്, അവൻ്റെ വേദന അറിയുന്നില്ല. അവൻ്റെ പങ്കപ്പാട് അവൻ്റെ വഴി, എനിക്ക് എൻ്റെ ഈ ഭാവമായിരുന്നില്ല നബിതിരുമേനിക്ക്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സുഭിക്ഷമായ ആഹാരം കഴിക്കുമ്പോഴും തൊട്ടയൽവക്കക്കാരൻ ഭക്ഷണം കഴിച്ചോ എന്ന്. ആ ചിന്ത നിങ്ങൾ ഉണ്ടെങ്കിൽ, ചോദിച്ചില്ലെങ്കിൽ തന്നെയും കൊടുത്തില്ലെങ്കിൽ തന്നെയും നിങ്ങളുടെ വിശ്വാസങ്ങൾ, ചിന്തകൾ പോൽ സഞ്ചരിക്കും. വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. ദേവാലയങ്ങളിൽ ചെല്ലുമ്പോൾ വിചാരകേന്ദ്രങ്ങൾ, നല്ല സന്മനോഭാവങ്ങളുടെ ഉദാരതയിൽ പുലരുന്ന ഇമാതിരിയുള്ള വിചാരകേന്ദ്രങ്ങൾ ചെയ്യുമ്പോൾ അവിടെ വല്ലാത്ത തരംഗമുണ്ടാവും. സയൻസാണ്. ചിന്തകൾക്ക് സഞ്ചരിക്കാം, നല്ല ചിന്തകൾ നല്ല സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കും. പ്രസംഗം പ്രകർഷേനയുള്ള സംഗമം, ബോധപൂർവമുള്ള സംസാരമാണ്. ബോധം അച്ചടക്കമുള്ള ഹൃദയത്തിൽ നിന്ന് വരുന്നതാണ്. തരംഗിത സ്വഭാവമാണ് അതിന്. അത് എത്തേണ്ട അടുത്തെത്തും. അത് പറയുന്നവനും കേൾക്കുന്നവനും തമ്മിലുള്ള ഒരു കാണാ ഉടമ്പടിയാണ് പ്രകർഷേനയുള്ള സംഘം. അപ്പം അതൊക്കെ എത്തേണ്ട അടുത്ത് എത്തുമ്പോൾ ചലനങ്ങൾ സൃഷ്ടിക്കും. അതാണ് എൻ്റെ കാര്യം. ഇത് മനോഹരമായ സായാഹ്നമാണ്. സായാഹ്നം ഇരുളിനും വെളിച്ചത്തിനും മധ്യേ വരുന്നൊരു വിസ്മയമാണ്. ഇത് ഈശ്വരൻ്റെ പടച്ചതമ്പുരാൻ്റെ വരദാനമാണ്. ഈ ഭൂമി ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചതാണ്. എവിടെയോ ഞാൻ വായിച്ചു ഓർക്കുന്നത് ഖുറാനിലാണെന്ന് തോന്നുന്നു. ഇത് പ്രപഞ്ചം ദൈവം മനുഷ്യനെന്നാണല്ലോ പറയുന്നത്. നമ്മുടെ ഈ 3 രത്നങ്ങൾ ഇതെല്ലാം ഈ പ്രപഞ്ചം വല്ലാത്തൊരു പുസ്തകമാണെന്നാണ് വിസ്മയം. ഇത് വല്ലാത്തൊരു പുസ്തകമാണ്. നദികൾ, മലകൾ, പുഴകൾ, ഇതെല്ലാം ഓരോ ചാപ്റ്റേഴ്സാണ്, അധ്യായങ്ങളാണ്. എല്ലാ ജീവിതാധ്യായങ്ങൾ. അതിനെ മറിച്ച് നോക്കുമ്പോൾ നോക്കരുത്. ഖുർആൻ സത്യപ്രവാചകൻ്റെ വെറും വായനയല്ല, മണ്ടൻ്റെ വായനയല്ല, സത്യപ്രവാചകൻ്റെ വായനയാണ് ഖുർആൻ. എന്നെ പഠിപ്പിച്ചത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായരാണ്. ശ്രീനാരായണ ഗുരുവിൻ്റെ സ്വപ്നസങ്കല്പമായ മതമഹാപാഠശാല, സർവമത പാഠശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ എന്ന് പറയുന്ന ആചാര്യൻ ഖുർആന് കൊടുത്ത നിർവചനമാണ് സത്യപ്രവാചകൻ്റെ വായന. ഞാൻ കുറച്ചു മുമ്പ് സക്കീർ ഹുസൈനുമായിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഖുർആൻ എന്ന് പറഞ്ഞാൽ വായനയാണ്. പക്ഷേ എൻ്റെ ആചാര്യൻ എന്നെ പഠിപ്പിച്ചത് സത്യപ്രവാചകൻ്റെ വായന. എന്തോ ആട്ടെ, നല്ല വായന. നമുക്കിന്ന് വായനയില്ല. നാം മറ്റുള്ള പുസ്തകം നോക്കി വായിക്കാൻ ശ്രമിക്കും, നമ്മുടെ പുസ്തകത്തെ നാം കണ്ടില്ലെന്ന് നടിക്കും. ഇതൊരു പുസ്തകമാണ്, ഇത് വെളിച്ചത്തിൻ്റെ വെളിച്ചമാണ്. ഇതിൻ്റെ രചയിതാവ് ഒരു വെളിച്ചത്തിൻ്റെ സ്നേഹിക്കുന്ന ആളാണ്. അത് ഏത് മതമെന്നോ ഏത് ജാതിയെന്നോ ഒന്നും പ്രശ്നമില്ല, അതൊക്കെ വീണ്ടും വരുന്നതാണ്. അദ്ദേഹം ജനിച്ചത് മനുഷ്യനായിട്ടാണ്. അപ്പോൾ നമ്മൾക്ക് മനുഷ്യനെ കാണാൻ നമ്മൾ മറന്നു പോകുക. അതുകൊണ്ട് ഗുരു പറഞ്ഞു മനുഷ്യൻ മനുഷ്യൻ മനുഷ്യൻ. അതിന് ഖുർആൻ പറയുന്നു മനുഷ്യൻ മനുഷ്യൻ മനുഷ്യനെന്ന്. ഒരു ജാതിയെ ഈ ലോകത്തുള്ളൂ, മനുഷ്യാണാം മനുഷ്യത്വം ജാതി. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വം, മനുഷ്യപ്പറ്റ്. മനുഷ്യപ്പറ്റുള്ളവനായിട്ട് ജീവിക്കുക. നിൻ്റെ നിൻ്റെ കൂടപ്പിറപ്പിനെ കാണുമ്പോൾ ഒന്ന് ചിരിക്കുക, ഒന്ന് മന്ദഹസിക്കുക. കാരണം അവനും പടച്ചതമ്പുരാൻ്റെ ഒരു സൃഷ്ടിയാണ്. ഒത്തിരി പണം ഇത്തിരി കൂടുതലുണ്ടായി പോകും, ഇത്തിരി വിവരം കൂടുതലുണ്ടാവും, എങ്കിലും എല്ലാം ഒരിടത്തേക്കാണ് പോകുന്നത്. തിലകം ചാർത്തിയും ചികിയും അഴകായി പഴനാൾ പോറ്റിയ പുണ്യശിരസേ. ഇത് കമുകറുടെ ഗാനമാണ്, കമുകറ പുരുഷത്വം. സത്യമല്ലേ? നമ്മൾ എത്രയോ മനോഹരമായി ചീകി ഒതുക്കിയ തലമുടി വിലപടിയാതൊരു തലയോടാവുകയാണ്.
എൻ കക്കാട് സഫലമേ യാത്ര, വയലാർ അവാർഡ് കിട്ടിയ ഒരു സഫലമേ യാത്ര എൻ കക്കാട്. കാലം ഇനിയും ഉരുളും. വിഷു വരും, ആതിര വരും, ഓണം വരും, പെരുന്നാൾ വരും. ഇനി ആരെന്നും നാളെ എന്തെന്നും ആർക്കറിയാം? ഇന്ന് അഭിയാന സ്വാമിനെ നിങ്ങൾ കേൾക്കുകയാണ്. നാളെ സ്വാമി അറിയില്ല എന്ന് പറയില്ല. ഇന്ന് ദിസ് മോമെന്റ്, ഈ നിമിഷമാണ് സത്യം. ഇതാണ് എല്ലാ മതങ്ങളും പഠിപ്പിക്കുന്നത്. ഈ നിമിഷത്തെ ബലി കഴിച്ചുകൊണ്ട് ജീവിക്കാൻ ഒരു മതവും അനുശാസിക്കുന്നില്ല. അത് വൈവിധ്യമുണ്ട്, അത് മനോഹാരിതയുണ്ട്. അധ്യക്ഷൻ പറഞ്ഞതുപോലെ വൈവിധ്യങ്ങൾക്കൊരു മനോഹാരിതയുണ്ട്. വൈവിധ്യങ്ങളെ തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നമുക്ക് ഏകതയിലേക്ക് പോകാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്ന മനസ്സാണ് ഏറ്റവും സമ്പന്നമായ മനസ്സ്. ഒരു കാലത്ത്, ഞാൻ കുട്ടിക്കാലത്ത് 4ാം ക്ലാസ്സിലോ 5ാം ക്ലാസ്സിലോ പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു, മലയാള പാഠപുസ്തകത്തിൽ ഒരു പെരുന്നാളിനെ കുറിച്ച് പറയുന്നു. പെരുന്നാൾ ദിനത്തിൽ വഴിവെക്കിൽ കുത്തിയിരുന്ന് കരയുന്നൊരു കൊച്ചിയെ വിളിച്ചു. അവനെ വിളിച്ചു, നീ എന്തിനാ മകനെ കരയുന്നത്? ഇനി പെരുന്നാളായിട്ട് നിനക്ക് പുത്തൻ ഉടുപ്പൊന്നും ഇല്ലേ? അവൻ പിന്നെയും കരയുകയാണ്. വല്ലാത്ത, ഇനി പെരുന്നാളാണ്, വാ വീട്ടിലേക്ക് പോവാ. വീട്ടിൽ ചെന്ന് നബി തിരുമേനിയുടെ കഥയാണ്. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ ഇന്നയാളാണെന്ന് പാഠത്തിൻ്റെ അവസാനമാണ് ഒരു ഹംസഗീതം പോലെ അനുകമ്പയുടെ, സഹാനുഭൂതിയുടെ, സഹജീവി സ്നേഹത്തിൻ്റെ തെളിതെളിച്ചാലായ ഒരു മനോഹരമായ താഴ്വരയാണ്. വിനയമാണ് അവിടെ പൂത്തുലയുന്നത്. അതാണ്. അവന് പെരുന്നാൾ കുപ്പായം അവനെ ധരിച്ചപ്പോൾ, അവനെ പെരുന്നാൾ കുപ്പായം ഭാര്യ ധരിപ്പിച്ചു കൊടുത്തപ്പോൾ, കുടുംബിനി ധരിപ്പിച്ചു കൊടുത്തപ്പോൾ ആ ഗൃഹനാഥൻ ഉള്ളറിഞ്ഞ് ചിരിച്ചു. അത് മനുഷ്യത്വത്തിൻ്റെ ചിരിയായിരുന്നു, അത് മൈത്രിയുടെ ചിരിയായിരുന്നു. കാരണം ഒന്നുമില്ലാത്തവന് പെരുന്നാൾ കുപ്പായം കിട്ടിയപ്പോൾ അവൻ പെരുന്നാൾ കൊണ്ട് കഴിയുമ്പോൾ അവരെ സ്നേഹത്തിന് മുമ്പിൽ അത് നബി തിരുമേനിയായിരുന്നു. അങ്ങനെ എത്രയെത്ര മഹാത്മാക്കൾ എല്ലാ മതങ്ങളിലും ഇതുപോലെ അനശ്വര ബിംബങ്ങളെ കാണാൻ സാധിക്കും. അവിടെ നമ്മൾ പലതും മറക്കുകയാണ്. അവിടെ നമ്മൾ ഞാൻ എന്ന ഭാവം മറക്കുകയാണ്. ഞാൻ എൻ്റേത് എന്നുള്ള ഭാവം വിട്ട് അവനിവനെന്നറിഞ്ഞതൊക്കെ വിട്ട് അവനിവനിസം വിട്ട് നമ്മളെല്ലാം ഒന്ന്, വി ആൾ വൺ, നമ്മളെല്ലാം ഒന്ന് എന്ന ഭാവത്തിൽ. ഇതാണ് ഭാരതം പറയുന്നത്. അംബേദ്കർ പറഞ്ഞ പഠനഘടന ഇതുണ്ട്. പക്ഷെ ഇന്ന് പലരും പറയുന്ന അതിലില്ല. അവിടെ വൈവിധ്യമില്ല, വൈരുദ്ധ്യമാകുകയാണ്. വൈവിധ്യത്തിൽ കൂടി എല്ലാ മതങ്ങളും പഠിക്കണം. ഗുരു പറഞ്ഞു, എല്ലാ മതങ്ങളും സമബുദ്ധിയോടെയും സ്വഭക്തിയോടെയും പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോൾ ഇത് പറഞ്ഞതിൽ തമ്മിൽ തെറ്റുണ്ടോ പേരുണ്ടോ എന്നുള്ള വിവേചന ബുദ്ധിയോട് തിരിച്ചറിയുക. അപ്പോൾ സത്യത്തിൻ്റെ വാദ മനസ്സിലാവും. പലമതസാരവും ഏകമെന്ന് പാരാതുലകിൽ ഒരു ആനയിൽ അന്ധരെന്ന പോലെ പലവിധ യുക്തി പറഞ്ഞു പാമരന്മാർ. അലവത് കണ്ടല്ലേ, എല്ലാ മതങ്ങളും ഒന്നാണെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല, പഠിക്കണം. അതുകൊണ്ട് നാം ഇവിടെ സ്ഥാപിക്കുന്ന വിദ്യാലയത്തിൽ എല്ലാ മതങ്ങളും ഇന്ന് പഠിക്കുന്നുണ്ട്. ശിവഗിരി മഠത്തിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ബൈബിൾ വായിക്കുന്നുണ്ട്. ഞങ്ങൾ വായിക്കുന്നുണ്ട്, ഖുർആൻ വായിക്കുന്നുണ്ട്, ഭഗവത്ഗീത വായിക്കുന്നുണ്ട്. ഇത് മൂന്നും വായിച്ചിട്ടേ ഞങ്ങൾ അത്താഴം കഴിക്കുകയുള്ളൂ ശിവഗിരി മഠത്തിലെ പഠനശാലയിൽ. അപ്പം ഞങ്ങൾ പഠിക്കുന്നു. ഖുർആനിലെ ഓരോ സൂറകളും ഞങ്ങൾ പഠിച്ചു, ബൈബിളിൽ പഠിക്കുന്നു. അപ്പം അങ്ങനെ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് വിവേചന ബുദ്ധിയുണ്ട്. തെറ്റേത് ശരിയേത്, നല്ലത് ചീത്തയേത്. അപ്പം ആനയെ കാണാൻ അന്ധൻ പോയ പോലെ ആവാതെ ശരിയായ മതത്തിൻ്റെ സ്വരൂപ സൗന്ദര്യം ആവാഹിക്കണമെങ്കിൽ തിരിച്ചറിവ് വേണം. ആ തിരിച്ചറിവാണ് മൈത്രി എന്ന സാമൂഹ്യ പാഠം എന്ന് ഞാൻ വിശ്വസിച്ചു. അല്ലാതെ മൈത്രി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമുക്ക് നന്നാവാൻ താഴെ ഇപ്പം ഈ കൂട്ടമായിട്ട് ആരും നന്നാക്കാൻ പറ്റില്ല. മതമേതായാലും മനുഷ്യൻ നന്നായാലും മതിയെന്ന് ഞങ്ങളുടെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പക്ഷെ അത് കൂട്ടായിട്ടല്ല, ഒറ്റയായിട്ടാണ്. ഒപ്പം ഈ ഒറ്റ എന്ന് പറയുമ്പോൾ നീ ആ ഒറ്റയിൽപ്പെടും. നീ നന്നാവാതെ മറ്റുള്ളവർ നന്നാക്കാൻ പറ്റില്ല. അവൻ കള്ളനാണെന്ന് പറയുമ്പോൾ ഈ 3 പേരിൽ ഇങ്ങോട്ട് ചോദിക്കും, നീയോ കള്ളൻ ചോദിക്കുകയാണ്. അവൻ കള്ളനാണെന്ന് പറയുമ്പോൾ ഈ 3 പേരിൽ ഇങ്ങോട്ട് കൂടുതൽ നീയോ. ഒരു നന്മണിയോളം നന്മ നിന്റെ ഉള്ളിലുണ്ടോ? ഇല്ല. എന്നാൽ നീ പോവൂ. ഒരു നന്മണിയോളം പോലും നന്മയില്ല. നബി തിരുമേനി നന്മയുടെ വന്മലയായിരുന്നു. ശ്രീനാരായണ ഗുരു നന്മയുടെ വന്മലയിലായിരുന്നു. ക്രിസ്തു നന്മയുടെ വന്മതിലായിരുന്നു.
വലിയ പർവ്വതം നന്മയില്ല. പക്ഷേ ഒരു നെന്മണിയോളം പോലും നന്മ ഉള്ളിൽ സൂക്ഷിക്കാൻ കെൽപ്പില്ലാത്ത നീ പിന്നെ ഇത് പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രമിക്കൂ. നിനക്ക് ശക്തിയുണ്ട്, ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്, ഇച്ഛാശക്തിയുണ്ട്. പിന്നെ എന്തുകൊണ്ട് ഒരു നെന്മണിയോളം നന്മ എൻ്റെ ഉള്ളിൽ ഉണ്ടാകും? അതുകൊണ്ട് നബി തിരുമേനി പറഞ്ഞു, നന്മ ചെയ്യുന്നതിൽ മറ്റുള്ളവരെ കവച്ചു വയ്ക്കുക. നന്മ ചെയ്യുന്നതിൽ മറ്റുള്ളവർ മത്സരിച്ചോ, പാർലമെന്റിലേക്കോ പഞ്ചായത്തിലേക്കോ എവിടേക്ക് വേണമെങ്കിലും മത്സരിച്ചോ, പക്ഷേ നന്മ ചെയ്യുന്നതിൽ മത്സരിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ നമ്മൾ സമയാധിയായ അതുകൊണ്ട് ഗുരു പാടി, പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബിമുത്തുരത്നമോ. നിങ്ങൾക്കറിയാം അനുകമ്പ ദശകം കാലം ഇന്നും കാതോർത്ത് നിൽക്കുകയാണ്. ഇന്ന് മരിച്ചുകൊണ്ടിരിക്കുന്ന അനുകമ്പയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുത്തതിൽ ഇപ്പോൾ അനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തവർക്കാണ്. അക്ഷരം ഉണ്ടാകണമെങ്കിൽ ഉള്ളിൽ മറ്റുള്ളവരുടെ കമ്പം ഉണ്ടാകണം, കാരുണ്യം ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് ഒരു അനുകമ്പ ദശകം എന്ന് പറയുന്ന 10 സ്റ്റാൻസയുള്ള 10 ഖണ്ഡങ്ങളുള്ള ആ മനോഹരമായ കാവ്യത്തിലെ 7ാമത്തെ പദ്യത്തിൽ പച്ചയായി പറയുകയാണ്. എന്താണ്? പുരുഷാകൃതി പൂണ്ട ദൈവമോ ചോദ്യചിഹ്നമാണ്, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ അവിടെ ചോദ്യചിഹ്നമാണ്, കരുണാവാൻ അവിടെ എക്സ്ക്ലമേറ്ററി സൈനാണ്, അതിശയചിഹ്നം. എല്ലാവരെയും മറ്റു പ്രവാചകന്മാരെയെല്ലാം ഒരു സമസ്യ പോലെ ചോദ്യചിഹ്നങ്ങൾക്ക് മരിച്ചെടുക്കുമ്പോൾ നബി തിരുമേനിയെ മാത്രം കരുണാവാൻ നബിമുത്തുരത്നമോ എന്ന് പറഞ്ഞുകൊണ്ട് അദൃശ്യകരങ്ങൾ ആലിംഗനം ചെയ്യുന്ന ആ രൂപിയെ ഞാൻ നബി തിരുമേനി എന്ന് വിളിക്കുന്നു. ഇത് അറിയണമെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വൈവിധ്യം കാണാനും അതിനെ വൈരൂപ്യമാക്കി മാറ്റാതിരിക്കാനുള്ള ഉൾക്കരുത്ത് വേണം. ആ ഉൾക്കരുത്ത് പഠിപ്പിക്കുന്ന പാഠശാലയാവണം ഇത്തരം സെമിനാറുകൾ എന്നാണ് എൻ്റെ ആഗ്രഹം. നമുക്ക് സമയം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. കടന്നാക്രമിക്കരുത്. എന്തായാലും ഈ സായാഹ്നം സമ്പന്നമാണ്. ഇവിടെ വരാനും വെളിച്ചം എന്നൊരു പുസ്തകം തുടക്കത്തിൽ തന്നെ പ്രകാശനം ചെയ്യാൻ സാധിച്ചു. അത് ബഷീറിൻ്റെ ഒരു വല്ലാത്തൊരു വാചകമാണ്. നന്ദി, നമസ്കാരം.